ശ്രീ ആരിഫ് ഹുസൈൻ തെരുവത്ത് നമ്മുടെ ശാസ്ത്രം ഇനി ഏതു കാലത്ത് ഈ പറയുന്നത് പോലെ ജനിക്കുന്ന സമയം വെച്ച് മരിക്കുന്ന സമയം ഗണിക്കാൻ പഠിക്കും? ഏത് കാലം എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്കിപ്പോൾ അത് സാധിക്കുന്നില്ല എന്ന്. നമ്മൾ എല്ലാ വർഷവും ഇപ്പോൾ ആവറേജ് ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറയുന്ന ഒരു വിഷയം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതൊക്കെ ശാസ്ത്രം എന്നോ പറഞ്ഞു തുടങ്ങിയിട്ടുള്ള കാര്യമാണ്. അതായത് അതുകൊണ്ട് ശാസ്ത്രം എന്തോ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് ജനിച്ചു വീഴുന്ന ഒരു ഇന്ത്യക്കാരനെ മാത്രം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ എത്ര വയസ്സ് വരെ ജീവിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതിന് കൃത്യമായ കണക്കുണ്ട്. ആ കണക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അത് നമുക്ക് ലഭിക്കുന്ന പോഷകാഹാരങ്ങൾ മുതൽ, അതുകൂടാതെ ചികിത്സയ്ക്കുള്ള സംവിധാനങ്ങൾ മുതൽ, ഇതെല്ലാം. ഞാൻ ചോദിച്ചതിന്റെ ടോണങ്ങയൊക്കെ മനസ്സിലാവാനായിട്ടാണ് തോന്നുന്നു. ഞാൻ ചോദിച്ചത് എത്രത്തോളം ജ്യോതിഷത്തോടും ശാസ്ത്രത്തോട് വളരാൻ കഴിയും എന്നല്ല ഞാൻ ചോദിച്ചത്. എനിക്ക് ആ അത്ഭുതത്തിൽ നിന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചതാണ്, ഇനി എന്നാണ് നമ്മുടെ ശാസ്ത്രം ഒന്ന് മെച്ചപ്പെടുക എന്നുള്ളത്. ഈ ആവറേജ് എന്ന് പറയുമ്പോൾ തന്നെ അത് നമ്മൾ പല തരത്തിലുള്ള ഇൻഡെക്സുകൾ വെച്ചുണ്ടാക്കുന്ന ഒന്നാണ്. പക്ഷെ ഇത് വ്യക്തിപരമായി പറയാൻ കഴിയും എന്നുള്ളതാണ് അവകാശവാദം. അതായത് ഇപ്പോ നമ്മൾ ഈ ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് മറ്റ് ആക്സിഡന്റൽ ആയിട്ട് സംഭവിക്കാൻ സാധ്യതയുള്ള കാരണങ്ങളൊക്കെ മാറ്റിവെച്ചാൽ, അങ്ങനെ മാറ്റിവെച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് ഇന്ന് ജീവിച്ചിരിക്കാനുള്ള സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മിനിമം 72 വയസ്സ് വരെയെങ്കിലും ജീവിച്ചിരിക്കും. ഓരോ വ്യക്തിയും അത്തരം ഒരു അവസ്ഥയിൽ വരെ ജീവിക്കാനുള്ള ഒരു അവസ്ഥ നിലവിലുണ്ട്. അതിന്റെ ഒപ്പം മറ്റു കാര്യങ്ങൾ ചേരുന്നത് കൊണ്ടാണ് അതിൽ പലതും കുറവ് വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനമാണ് ജനറ്റിക് ആയിട്ടുള്ള ചില വിഷയങ്ങളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ശാസ്ത്രത്തിന് കുറവ് കാണിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ശാസ്ത്രത്തിൽ ഏതെങ്കിലും കാര്യം പറയാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടോ ഇതിനെ ഒരു പഴുതായി കണ്ടുകൊണ്ട് അതിനകത്തേക്ക് അന്ധവിശ്വാസമോ അല്ലെങ്കിൽ വിശ്വാസമോ ദൈവവിശ്വാസം പോലും തിരികെ കയറ്റാൻ നോക്കുന്നത് ഒരു പാഴ്ശ്രമമാണ്. അതൊരു പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഇനി നമ്മൾ പറയുന്നത് ഇപ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിക്കുന്ന ഒരു കാലഘട്ടമൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു ആവറേജ് ശരാശരി ഇന്ത്യക്കാരന്റെ ആയുസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 വയസ്സിന് താഴെയായിരുന്നു. അതിൽ നിന്നും ഇന്ന് നമ്മൾ കാണുന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് വഴിവെച്ച സംഗതികൾ എന്തെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കിയാൽ തന്നെ ദീർഘായുസ് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ പോലും അപ്രസക്തമാകും. മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കുക, ശരിയായ ചികിത്സകൾ നടത്തുക, കപട ചികിത്സകൾക്ക് പോകാതെ ശരിയായ ചികിത്സകൾ എടുക്കുക, ശാസ്ത്രീയമായ ചികിത്സകൾ എടുക്കുക. അങ്ങനെയൊക്കെ എടുത്താൽ തന്നെ ഏതൊരു വ്യക്തിക്കും ഏറ്റവും മിനിമം 70 വയസ്സ് വരെയെങ്കിലും ഏറ്റവും മിനിമം ജീവിച്ചിരിക്കാം എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. ഇന്ത്യയിൽ മാത്രം കാര്യം പറയുന്നത്. അത് ജപ്പാനിലേക്കൊക്കെ എത്തുമ്പോൾ 80, 90, 100 സയന്റിഫിക് ടെമ്പർ വളർത്തുക എന്നുള്ളത് നമ്മുടെ മൗലികമായ ഉത്തരവാദിത്തമാണ് ഭരണഘടനാ പ്രകാരം. അവിടെയാണ് ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ ജനങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന 2 പേർ കൂടോത്രം എന്നൊരു കാര്യവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ പുറത്തു വരുന്നത്. അപ്പോൾ ബോധവൽക്കരണം എന്ന് പറഞ്ഞ്, ശാസ്ത്രാവബോധം വളർത്തുക എന്ന് പറഞ്ഞ് നമ്മൾ ചെലവഴിക്കുന്ന ഈ ഫണ്ടും നമ്മൾ ചെലവഴിക്കുന്ന അധ്വാനവും നമ്മൾ മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടുമൊക്കെ എന്ത് അർത്ഥശൂന്യമാണ്. തീർച്ചയായിട്ടും വളരെയധികം അർത്ഥശൂന്യമാണെന്ന് മാത്രമല്ല, ഇത് ചെയ്യേണ്ട വ്യക്തികൾ തന്നെ ഇതിനൊക്കെ അടിപ്പെട്ട ആളുകൾ കൂടിയാണ് എന്ന് വരുന്നതോടുകൂടി ഇതില് ആർക്കാണ്, പൊതുജനങ്ങൾക്ക് എങ്ങനെയാ പിന്നെ ഇതിനകത്ത് വിശ്വാസം ഉണ്ടാവുക? ഈ നേതാക്കളിൽ പിന്നെ എങ്ങനെയാണ് ഒരു വിശ്വാസം അർപ്പിക്കാൻ കഴിയുക? അതാണ് അവിടെ ഒരു പ്രത്യേക ചോദ്യമായിട്ട് വരുന്നതും. ഈ നെഹ്റുവിന് ഇടയ്ക്കിടയ്ക്ക് കോട്ട് ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥയും വരുന്നത് അവിടെയാണ്. ഇതിപ്പോ കമ്മ്യൂണിസ്റ്റുകാർക്കും വലിയ വ്യത്യാസമൊന്നുമില്ല. അതിനകത്തുള്ള ആളുകളും ഇപ്പൊ മുഖ്യമന്ത്രിയൊക്കെ ഈ എഴുത്തിനിരുത്തുന്ന ചിത്രങ്ങൾ ആയാലും പുറത്തു വരുമ്പോൾ അത് വിശ്വാസമാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ അവിടെയൊക്കെയാണ് ഇതിന്റെ പ്രശ്നം വരുന്നത്. നിങ്ങൾക്ക് നല്ലത് എന്ന് തോന്നുന്നത് അല്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് തോന്നുന്നതൊക്കെ ശരിയും, അല്ലെങ്കിൽ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നതൊക്കെ അന്ധവിശ്വാസം എന്ന് പറയുന്നതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. അങ്ങനെയല്ല ഈ വിശ്വാസത്തെ അന്ധവിശ്വാസത്തെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യേണ്ടതെന്നാണ് തുടക്കത്തിലേ ഞാൻ പറഞ്ഞത്. ഒന്നത്. ഇനി ഒരു ചെറിയ കാര്യം കൂടി, ഇവിടെ എന്തുകൊണ്ട് അതും കൂടി നമ്മൾ നോക്കണല്ലോ. എന്തുകൊണ്ടാണ് ഇവിടെ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇതുപോലെയുള്ള കൂടോത്രം പോലുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകേണ്ടി വരുന്നത്? ഇതും കൂടി നമ്മൾ അറിയണം. ഇത്രയും വലിയ രാഷ്ട്രീയ രാക്ഷസന്മാരെന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന ആളുകൾ ഇതിനു വേണ്ടി മെനക്കെടേണ്ടി വരുന്നത് എന്തായിരിക്കും? ഒറ്റ കാര്യമുള്ളൂ. അതിപ്പോ ദൈവവിശ്വാസം മുതൽ ഇതിൽ വരെയുള്ള വിശ്വാസം വരെ എടുത്തു കഴിഞ്ഞാൽ ദൈവം ഉണ്ടെങ്കിൽ പിശാചും ഉണ്ട്, ചാത്തനും ഒക്കെ ഉണ്ടെന്ന് നമ്മൾ സമ്മതിക്കണം. അതിപ്പോ ഏത് മതത്തിന്റെയും കഥ അതൊക്കെ തന്നെയാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ, നമ്മളുടെ ചിന്തകളുടെ, വാക്കുകളുടെയൊക്കെ കോൺസിക്വൻസസ് ആണ് നമുക്ക് മുന്നിൽ വന്നു ഭവിക്കുന്ന കാര്യങ്ങൾ എന്നുള്ള ഒരു അവയർനെസ് നമുക്കില്ല. ആ ഒരു മൈൻഡ്ഫുൾനെസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെയൊക്കെ ഭാഗമായിട്ടുള്ള കോൺസിക്വൻസസ് അത് ഓൺ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല, ഒരു ദൈവത്തിന്റെ ആവശ്യമില്ല, ഒരു പ്രയറിന്റെ പോലും ആവശ്യമില്ല, പ്രാർത്ഥനയൊക്കെ അപ്രസക്തമാകും. അപ്പൊ ഇതില് ഈ ഒരു സംഗതിയിൽ വരുന്ന ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളൊരു കുറവ് അല്ലെങ്കിൽ അത്തരം കാഴ്ചപ്പാടിന്റെ ഒരു പ്രശ്നം അത് അവരുടെ മാത്രം കുഴപ്പമില്ല, അവർ വളർന്നു വന്ന സാഹചര്യത്തിന്റെയും കൂടിയാണ്. അതുകൊണ്ടാണ് ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ ഈ സയന്റിഫിക് ടെമ്പറിനും ഇതുപോലെയുള്ള കാര്യങ്ങൾക്കും കൂടുതൽ പ്രാമുഖ്യം കൊടുത്ത് അത്തരം രീതിയിലൂടെ ആളുകളെ വളർത്തിക്കൊണ്ട് വന്നാൽ
ഇനി ഒരു 10-20 വർഷമോ 30 വർഷമോ കഴിഞ്ഞിട്ട് വരുന്ന ഒരു കോൺഗ്രസിന്റെയോ കമ്മ്യൂണിസ്റ്റിന്റെയോ ഒക്കെ ആളുകൾ ഇതുപോലെ ഇരുന്നിട്ട് കൂടോത്രം ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, പ്രാർത്ഥന പോലും ഉണ്ടാവില്ല എന്നാണ് ഞാനിവിടെ പറഞ്ഞു വെക്കുക. ശരി.